എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു PCB ഞാൻ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തൊരു PCB ആണ്. നമ്മുടെ FM AM റേഡിയോ പ്രേമികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു PCB ആണ്. CXA 1659 വെച്ചുള്ളത്. ഇത് നല്ല ക്ലിയറായിട്ട് FM-ഉം AM-ഉം വർക്ക് ചെയ്യുന്നൊരു PCB ആണ്. നമുക്ക് കിട്ടിയപ്പം ഇതാണ് ഇതിൻ്റെ അവസ്ഥ. കോയിൽ മൊത്തം പോയി, മീഡിയം വേവിൻ്റെ ആൻറ്റന കോയിലെല്ലാം പോയി. ഈ ട്യൂണർ ഗ്യാങ് കപ്പാസിറ്ററൊക്കെ അഴിച്ചു മാറിയിട്ട് അവിടെ വയറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് മീഡിയം വേവ് ആൻറ്റന കോയിലിൻ്റെയൊക്കെ അവസ്ഥ. ഈ ആൻറ്റന കോയിലിൻ്റെ കണക്ഷനൊക്കെ നമ്മുടെ ഗ്യാങ്ങിൻ്റെ കണക്ഷൻ 3 വയറൊക്കെ ഇട്ട് എന്തോ പരിപാടിയൊക്കെ ഇതിൽ നടത്തിയത് ആരോ. അപ്പം ഇത് എത്രത്തോളം റെഡിയായിരുന്നു നമുക്കറിയത്തില്ല. അപ്പം നമ്മളിൽ കിട്ടുമ്പം ഇത്രയും സാധനമുണ്ട് ഈ PCBക്ക്. ബാക്കി കമ്പോണൻറ്റുകളൊക്കെ ഇതിനകത്ത് നമ്മുടെ 400 mm ക്രിസ്റ്റലിനടുത്ത് വരുന്ന IF ഇല്ല, അവിടെ വരുന്ന ഓസിലേറ്റർ കോയിലില്ല. ഉണ്ടോ, സോൾഡറിങ്ങിൻ്റെയൊക്കെ അവസ്ഥ ഇതായിരുന്നേ. വളരെ നല്ല രീതിയിൽ ആരോ PCBക്കിട്ട് പണിത് മൊത്തം കളഞ്ഞാന്ന് തോന്നുന്നു, ഉപേക്ഷിച്ചാന്ന് തോന്നുന്നു. IC എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. കാരണം ICയുടെ ഉണ്ടോ 3 പിന്നൊക്കെ ഷോർട്ടായിട്ടിരിക്കുക. പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു PCB ആണ്. ഇതിവിടെ നമ്മുടെ സ്വിച്ചിൻ്റെ കണക്ഷൻ വരുന്നത്. സ്വിച്ചൊക്കെ അവിടെ നിന്ന് പറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഈ വയർ മൊത്തത്തിലൊന്ന് ഡീസോൾഡർ ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം തൊട്ട് ഇതൊന്ന് കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് IC കൊള്ളാവോ, ഈ PCB നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. നിങ്ങളിലൊക്കെ ഈ PCB ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇത് കിട്ടുവാണെങ്കിലും വളരെ എളുപ്പമാണ് അത് ശരിയാക്കി എടുക്കാൻ. കംപ്ലൈൻ്റൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ IF-ൻ്റെ ഒക്കെ ഒരു ലെഗ് അവിടെ ഒടിഞ്ഞിരിപ്പുണ്ടായിരുന്നു. നമുക്ക് ഈ കോയിലൊക്കെ ഒന്ന് അത്യാവശ്യം ലെവലാക്കി വെക്കാം. മുഴുവൻ ബെൻഡായിട്ട് കിടക്കുക. ഞാൻ ലെഡിൻ്റെ ഭാഗമെല്ലാം ഒന്ന് ഹോളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. PCB ഒന്ന് മൊത്തത്തിൽ നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാൻ. ഇതിൻ്റെ കണക്ഷനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. FM-ൻ്റെ കണക്ഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത്. സപ്ലൈയും കൊടുത്തു. എൻ്റെ ഇരുന്നൊരു FM-ൻ്റെ ഗ്യാങ് വെച്ചിട്ട് വൺ സൈഡ് FM മാത്രം നമുക്കിത് കിട്ടുമോ എന്ന് അറിയണം. IC എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് AM-ലോട്ട് പോകാൻ. അപ്പോൾ ഞാൻ ഒരു കൺട്രോളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ട്യൂൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ PCB ഒക്കെ ഓണായിട്ട് പാട്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ സ്റ്റേഷൻ റിസീവ് ചെയ്യുന്നത് വളരെ വീക്കായിട്ടാണ് ചെയ്യുന്നത്. ഭയങ്കര നോയ്സ് ഉണ്ട്, ഒരുപാട് ഡിസ്റ്റോർഷൻ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് FM-ൻ്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് AM-ലേക്ക് പോകാം. ട്രിമ്മറൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. വലിയ വ്യത്യാസമൊന്നും അനുഭവപ്പെടുന്നില്ല. FM മാത്രമേ നമ്മളിപ്പോൾ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ വലിയ ക്ലിയർ ഇല്ലാത്ത ഒരു ഓഡിയോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. FM ഇങ്ങനെ കിട്ടിയാൽ പോരെ. ഈ ബോർഡ് നല്ല ക്വാളിറ്റി ആയിട്ട് FM കിട്ടുന്നതാണ്. സിഗ്നൽ നല്ലപോലെ റിസീവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിതിനകത്ത് ഞാൻ അടുത്തായിട്ട് ചെയ്തത് നമ്മുടെ FM-ൻ്റെ മാറാനുള്ളത് ആ 2 ലെഗ് റിസണേറ്റർ ഉണ്ടല്ലോ 10.7, അതൊന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. അത് മാറ്റിയിട്ട് ഞാനത് ഓണാക്കി. അപ്പം നല്ല ക്ലിയറായിട്ട് FM നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു IFT ഇട്ട് കൊടുത്തിട്ടുണ്ട്. FMFയുടെ ഫീഡ്ബാക്ക് സർക്യൂട്ടിൻ്റെ AM-ൻ്റെ IFT. അത് സാധാ പഴയ ഫിലിപ്സിൻ്റെ റേഡിയോ എന്ന് പറഞ്ഞാൽ അഴിച്ചിട്ടിരിക്കുന്ന, ഏതിട്ടാലും വർക്ക് ചെയ്യും. ഓസിലേറ്റർ കോയിലും ആൻറ്റന കോയിലും ഞാൻ ഇട്ടിട്ടില്ല. നമുക്ക് FM ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം ചെയ്യാൻ. FM ഓക്കെ ആയിട്ടുണ്ടേ. ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഈ മാസം 4 വരെ തുടരുന്ന സംഭാഷണം പ്രധാനമന്ത്രി ക്ലിയറായിട്ട് FM കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഓക്കെ. പിന്നെ നമ്മൾ അടുത്തായിട്ട് നമ്മുടെ ബാൻഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം FM-ഉം AM-ഉം മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ 15-ാം നമ്പർ പിന്നിലാണ് ഇതിൻ്റെ പോൾ വരുന്നത്. നമ്മുടെ പഴയ വീഡിയോയിൽ കണക്ഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്യാങ്. AM-ഉം FM-ഉം വർക്ക് ചെയ്യുന്നൊരു ഗ്യാങ് ഇട്ട് കൊടുക്കണം. നമുക്കിതെല്ലാം മിസ്സിങ് ആയിരുന്നല്ലോ.
ഒരു ഗ്യാങ് നമുക്ക് സെറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്കൊരു ഓസിലേറ്റർ കോയിൽ, ഇതും ഫിലിപ്സിൻ്റെ തന്നെ പഴയ റേഡിയോ അഴിച്ച് നേരത്തെ വെച്ചിരിക്കുന്ന ഇത്, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് AM-ൻ്റെ FM-ൻ്റെ ഗ്യാങ് അതൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഞാനൊരു നോബൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ട്യൂണർ മാറുന്നുണ്ട്. ഇനി നമുക്ക് ആൻറ്റിന കോയിലിൻ്റെ കണക്ഷൻ. എൻ്റെ ഒരു ചെറിയ ആൻറ്റിന കോയിൽ പഴയതിരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ആ ആൻറ്റിന കോയിൽ ഒന്ന് കണക്ട് ചെയ്യുവാണ്. ഇതിന് സ്യൂട്ടാകുന്ന ടൈപ്പാണ്. എൻ്റെ ഫെറൈറ്റ് ചെറുതായതുകൊണ്ട് ഞാൻ ഫെറൈറ്റ് കോർ പകുതി ഒടിഞ്ഞു പോയതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ AM നമുക്ക് അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റും. അപ്പം നമ്മുടെ AM റേഡിയോ നല്ല അടിപൊളിയായിട്ട് സിഗ്നൽ റിസീവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നല്ല ക്ലിയറാണ് AM ഇതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ. നമ്മുടെ സ്വിച്ച് സെലക്ടർ സ്വിച്ച് മാറുമ്പോൾ FM AM ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയറായിട്ട് സിഗ്നൽ റിസീവ് ചെയ്യുന്നുണ്ട്. FM AM അടിപൊളിയായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ട്യൂണറിൽ തന്നെ AM ക്ലിയറാക്കി. ആൻറ്റിനയുടെ കണക്ഷനൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. നമ്മുടെ മീഡിയം റേഞ്ച് ആൻറ്റിന കോയിലാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. AM നമ്മളിപ്പം സാധാരണ ആൻറ്റിന കോയിലൊക്കെ ചെല്ലു കൊടുക്കാറുണ്ട്, പക്ഷേ നമ്മൾ ആൻറ്റിന കോയിലും വേറെ സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പുറത്തുനിന്നുള്ള ആൻറ്റിന കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ഓസിലേറ്റ് ചെയ്ത് കിട്ടുന്ന സിഗ്നൽ തന്നെയാണത്. ഓക്കെ, നമ്മുടെ PCB മൊത്തം കമ്പോണൻറ്റും നമ്മൾ PCBയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആൻറ്റിന കോയിൽ ഫെറൈറ്റ് കോർ കുറച്ച് വലുപ്പക്കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഫെറൈറ്റ് ചില നീട്ടിയിട്ടുണ്ടേ, കുറച്ച് റിസീവ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ IFT നമ്മൾ ഇട്ട് കൊടുത്തായിരുന്നു. അതുപോലെ നമ്മുടെ ഓസിലേറ്റർ കോയിൽ, പിന്നെ നമ്മുടെ ക്രിസ്റ്റൽ FM-ൻ്റെ ക്ലിയറിന് ഒരു വ്യത്യാസം വന്നപ്പോൾ ക്രിസ്റ്റൽ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു, അതും ഓക്കെ ആയി. ഓക്കെ, മൊത്തത്തിൽ നമ്മുടെ PCB പഴയ അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിങ് ഒന്ന് ഓവറോൾ വർക്കിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് across 30 Tier 1 and 2 cities. Okay. The fund succeeded in complete construction in 26 projects and generate returns for its investors. നമുക്ക് Lok Sabha Speaker Om Birla ട്യൂണറിൽ more than 3 രണ്ട് ബാൻഡും അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, വീഡിയോ കണ്ടതിന് നന്ദി, താങ്ക്സ്.